പറയാം. നിരഞ്ജന് LLBക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് PGക്കും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, MA ഇംഗ്ലീഷിന്. അപ്പോൾ ഇഗ്നുവിലാണ് അത് ചെയ്തത്. അപ്പം ഏകദേശം ഇപ്പോൾ അത് തീർന്ന സമയമാണ്. അപ്പം നിരഞ്ജനയുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ് കേട്ടോ. അപ്പം പണ്ടേ പറയുമായിരുന്നു ടീച്ചിങ് ആണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഈ തമിഴ്നാട്ടിലെ നമ്മളുടെ ഈ പ്രൈവറ്റ് കോളേജുകളിൽ അത്യാവശ്യം പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് PG ഉണ്ടെങ്കിൽ നമുക്ക് കയറാം. സാലറിയൊക്കെ കുറവായിരിക്കും എങ്കിലും PG ഉണ്ടെങ്കിൽ പിന്നെ പഠിപ്പിക്കാനുള്ളൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് കയറാനായിട്ട് സാധിക്കും. അങ്ങനെ നിരഞ്ജന ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നെറ്റോ സെറ്റോ ഏതെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ തൽക്കാലം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കോളേജിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അവൾ തന്നെയാണ് ഈ ഒരു കോളേജിലേക്ക് അയച്ചത് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ശ്രീവല്ലിപുത്തൂർ VPMM കോളേജാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് പേരെ MA ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരെ അറിയാം. പക്ഷേ വെറുതെ നിൽക്കുകയല്ലേ. അപ്പം അവർക്കൊക്കെ പറ്റിയ ഒരു ചാൻസ് നമുക്കിവിടെ തമിഴ്നാട്ടിലുണ്ട് കേട്ടോ. സാലറി കുറവാണെങ്കിലും അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സാലറി നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. തൽക്കാലം ടീച്ചിങ്ങിലൊരു എക്സ്പീരിയൻസ് ആവും. അപ്പം അടുത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ശിവകാശിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഈ കാണുന്ന ഈ ചെറിയ കെട്ടിടങ്ങളെല്ലാം പടക്കക്കടകളാണ് കേട്ടോ. പടക്കം നിർമ്മിക്കുന്നതോ പടക്കം വിൽക്കുന്നതോ ആയിട്ടുള്ള കടകളാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരിമരുന്നിൻ്റെ മണം അടിക്കുന്നുണ്ട് കേട്ടോ. കരിമരുന്ന് നല്ല ഗുമുഗുമാന്ന് മണമെന്ന് പറയത്തില്ല, അപ്പോൾ അതുപോലെ നമുക്ക് നല്ല സ്മെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അന്നു ഉണർന്നിരുന്നു. അപ്പോൾ അന്നുവിൻ്റെ ഉടുപ്പ് കണ്ടില്ലേ. അപ്പോൾ ഈ ഉടുപ്പിനെ പറ്റി അന്നു പറയുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പ് നിറം, കണിക്കൊന്നയുടെ മഞ്ഞ നിറം, തുമ്പപ്പൂവിൻ്റെ വെള്ള നിറം എന്നൊക്കെയാണ് കേട്ടോ. കാർട്ടൂണൊക്കെ കണ്ട് പഠിച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ പോവുകയാണ്.